ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഡെമോ വോള്. അപ്പോൾ ഈ വോളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആകെ 3 mm തിക്നെസ്സിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ കുറച്ചുകൂടി കുറയും. ഗം അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ക്യൂറിംഗ് ആണ്, വെള്ളം നനച്ച് കൊടുക്കണ്ട, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ടർ വോൾ പ്ലാസ്റ്റർ ചെയ്യണം. ഇൻസൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈൽ ഒട്ടിക്കാം. ഗ്രിപ്പർ സർഫസ് ആയതുകൊണ്ട് ഡയറക്റ്റ് പുട്ടിയിടാം. പ്ലാസ്റ്റർ ഇടുന്നതിനാട്ട് മുന്നേ ഡയറക്റ്റ് പുട്ടിയിടാം. അതുകൊണ്ട് പ്ലാസ്റ്ററിങ് ഇപ്പോൾ ലൈറ്റർ ആയതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റീൽ കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കുറവ് സ്റ്റീൽ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തതോടെ നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക. നമ്മൾ ഡെഡ് വെയിറ്റ്, ബിൽഡിങ്ങിൻ്റെ ഡെഡ് വെയിറ്റ് കുറയ്ക്കുക എന്നാണ് മെയിൻലി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ബ്ലോക്സിൻ്റെ ഉദ്ദേശം വരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രക്ചറിൽ സ്റ്റീലിൻ്റെ അളവ് കുറച്ച് നമുക്ക് സ്ട്രക്ചർ ആദ്യമേ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് റെനാട്ടസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത്. ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത് റെനാക്കോൺ AC ബ്ലോക്സ് എന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഏകദേശം മാർക്കറ്റിൽ 2006 മുതൽക്കേ നമ്മൾ മാർക്കറ്റിലുണ്ട്. കേരളത്തിൽ ഒരു 2016 മുതൽക്കാണ് കേരളത്തിലോട്ട് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ട്രിവാൻഡ്രം ലുലു ഫുള്ളി നമ്മുടെ ബ്ലോക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൊച്ചി മെട്രോയിൽ ചെയ്തിട്ടുണ്ട്, MES മെഡിക്കൽ കോളേജിൽ യൂസ് ചെയ്തിട്ടുണ്ട്, AM അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ പ്രോജക്ട്സിൽ ഇപ്പോൾ നമ്മുടെ ബ്ലോക്സ് സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ലുലു ഫുള്ള് ഓൾമോസ്റ്റ് നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് ഹീറ്റ് കമ്പാരിസൺ ആണ്. ഇത് നമ്മുടെ സോളിഡ് ബ്ലോക്സും AC ബ്ലോക്സും അടിയിൽ വെച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം ചൂട് കുറവാണ്. ആ ചൂട് കുറവാണെന്നതിലാണ് നമ്മൾ 20% ഓഫ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് കുറയ്ക്കാമെന്ന് പറയുന്നത്. അത്രയും ഫാനും AC ആയാലും അധികം ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതെ, അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് അത്രയും ചൂട് ഇപ്പോൾ ഫാനിട്ട് എത്ര സ്പീഡിൽ ഫാനിട്ടാലും ചൂടുണ്ടാവുന്ന നമ്മളൊരു ഫീലാണല്ലോ. അപ്പോൾ അത് ഇഷ്ടികയെ അപേക്ഷിച്ചിട്ട് ഇഷ്ടികയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വെറും ഇഷ്ടിക വെച്ച് നോക്കുകയാണെങ്കിൽ ചൂട് ഉള്ളിലോട്ട് വരും. പക്ഷേ ഇഷ്ടിക സിമെൻറ്റ് കൊണ്ട് ഒരു തിക്ക് ബെഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഡെമോകൾ നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര തിക്നെസ്സിലാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്യുക, അതുകൊണ്ട് ചൂടധികം ഉള്ളിലോട്ട് കിടക്കില്ല. ആണെങ്കിൽ നമുക്കൊന്ന് നമസ്കാരം. ഇതിപ്പോൾ നമുക്ക് AC ബ്ലോക്സ് 4 സൈസുകളിലാണ് വരുന്നത്. 2 ഇഞ്ച് മുതൽക്ക് 12 ഇഞ്ച് വരെ ഉണ്ട്. നമ്മൾ കോമൺലി മാർക്കറ്റിൽ ഉണ്ടാകുന്നത് 4 സൈസസാണ്. ഒന്ന് 4 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ വെയിറ്റ് കമ്പാരിസൺ ഒന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ സോളിഡ് ബ്ലോക്സ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 21 കിലോഗ്രാമാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലോക്സ് നോക്കുമ്പോൾ 6.5 kilograms ആണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മളിവിടെ വെയിറ്റ് കമ്പാരിസണായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലൈവായിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റ് ഡിഫറൻസ് മനസ്സിലാവും. അത്രയും ലൈറ്റർ ആയെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമ്മളൊരു ചെറിയൊരു സോളിഡിൻ്റെ ഇത് നമ്മുടെ റെനോക്കോണിൻ്റെ പാർട്ടീഷൻ വാളാണ് കമ്പനീൻ്റെ ഇത് വരുന്നത്. നമുക്ക് ഇത് വരുന്നത് 2 സൈഡും സാൻഡ്വിച്ച് ബോർഡാണ്, സിമെൻറ്റ് സാൻഡ്വിച്ച് ബോർഡിലാണ് ഇത് വരുന്നത്. രണ്ട് സൈഡും സിമെൻറ്റ് സാൻഡ്വിച്ച് ബോർഡ്. അതിനുള്ളിൽ വരുന്നത് മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ് വരുന്നത് OPC സിമെൻറ്റും പിന്നെ ഫ്ലൈ ആഷുമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് 8 അടി, 9 അടി, 10 അടി 3 സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തിക്നെസ് വരുന്നത് ഇത് 2 ഇഞ്ചാണ് തിക്നെസ് വരുന്നത്. 2 ഇഞ്ച് തിക്നെസ്സും 3 ഇഞ്ച് തിക്നെസ്സും ഉണ്ട്. പിന്നെ വരുന്ന വീതി 2 അടി വീതി കോമൺ ആണ്. നമ്മൾ സൗണ്ട് പ്രൂഫായിട്ട് വരുന്നതാണ്. 40 decibel നമ്മൾ സൗണ്ട് മിനിമൈസ് ചെയ്തിട്ടാണ് ഔട്ട് വരുന്നത്. പിന്നെ ഫയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ വരെ ഫയർ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. 20 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഒരു 10-2 ഒരു പാനൽ കവർ ആവുന്നത്. ഫിക്സേഷൻ ചെയ്യുന്ന സമയത്ത് GI ചാനൽ ടോപ്പിലും ബോട്ടത്തിലും GI ചാനൽ അതിലാണ് ഫിക്സ് ചെയ്ത് പോകുന്നത്. നമസ്കാരം. ഇത് പാം റൂഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാണ് ഇവിടെ. ഇതിൽ സെറാമിക് ടൈലാണ് നമ്മൾ ചെയ്യുന്നത്. സെറാമിക് ടൈലിൽ തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് പാം റൂഫ് വരുന്നത്. ഇതിൽ വൈറ്റ് ക്ലേ എന്ന് പറയുന്ന ഒരു കളറ് ക്ലേ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഭരണിയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ക്ലേ ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഈ ഓട് നമുക്ക് എത്ര കാലം വരെ നിൽക്കും? 70 വർഷം 80 വർഷമൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് ടൈം കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഇത് മണ്ണാണ് തീർച്ചയായും. മണ്ണിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിലത്ത് വീണാലൊക്കെ പൊട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ തേങ്ങയൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പാണ്, ചൂടുണ്ടാവില്ല. അല്ല, ഇത് ഫ്രീ മെയിൻ്റെനൻസ് ആണ്. കളർ പോവില്ല. മറ്റേ നാടനോടാകുമ്പോൾ അതിൽ ഈ ഫംഗസും ആൽഗയൊക്കെ വരും. ഇതിലതൊന്നും പിടിക്കില്ല, കളർ ഫെയ്ഡ് ആവില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെ അതെ. അതെ അതെ, തീർച്ചയായും. താങ്ക് യു. അപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവായുടെ ബ്രാൻഡഡ് വിൻഡോയാണ്. ഇപ്പോൾ നമ്മൾ കമ്പനിക്ക് ഈ ഫിനിഷിങ്ങിൽ നമ്മൾ സൈറ്റിൽ വന്ന് ഫിക്സ് ചെയ്ത് തരുന്ന ഒരു സെറ്റപ്പാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു 18,000 രൂപ കോസ്റ്റ് കമ്പനി പറയുന്നുണ്ട്. നമുക്ക് കട്ടപ്പണിയോടൊപ്പം വെച്ച് പോകുന്നൊരു മെത്തേഡല്ല. നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം സൈറ്റിൽ വന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് ബാക്കിയുള്ള അലൈൻമെൻറ്റുകളൊക്കെ സൈസാക്കിയിട്ടാണ് അതിൻ്റെ ഫിക്സിങ് പ്രോസസ്സൊക്കെ വരുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർക്കിൻ്റെ സ്റ്റീൽ ഡോഴ്സാണ് നമ്മുടെ സ്റ്റാർക്ക് ഹവ എന്ന് പറഞ്ഞ മോഡലിലുള്ള സ്റ്റീൽ ഡോഴ്സാണ്. 5 വർഷത്തെ ലോക്കിംഗ് വാറണ്ടി വരുന്നുണ്ട്. സൈറ്റിൽ വന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് തരും. മെയിൻ ഡോറുകളുടെ മോഡലുകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. ഈ ഡോറിന് ഇപ്പോൾ ഒരു 49,000 രൂപ വരുന്നുണ്ട്. 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. സർവീസും ആവശ്യത്തിന് അവൈലബിൾ ആണ്. ഏത് കമ്പനിയാണെന്ന് പറഞ്ഞത്? സ്റ്റാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഡോറെന്ന് വെച്ചാൽ നമുക്കൊരു 42,000 രൂപ വില വരുന്നുണ്ട്. 9 ഇഞ്ച് വലുപ്പമുള്ള കട്ട്ലൈൻറ്റ്. അതുപോലെ തന്നെ ഒരു 16 ലോക്കിങ് വരുന്നുണ്ട്. അതന്നെ സ്റ്റീലിൻ്റെ ഡോർ. സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്ക് GI ആണ് മെറ്റീരിയൽ വരുന്നത്. ഗാൽവനൈസ്ഡ് അയണാണ്, തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയലാണ്. വെയിൽ കൊണ്ടാലോ മഴ നനഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നം വരില്ല. ഇതിന് ഓരോന്നിനും ഓരോ മോഡലുകൾക്കും ഓരോ കളറുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിൽ ഒരുപാട് മോഡലുകളുണ്ട്. അതിൽ നിന്ന് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. വാറണ്ടി ഉണ്ട്. 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. ലൈഫ് ടൈം സർവീസ് ഉണ്ട്. അതെയോ? ലൈഫ് ടൈം സർവീസ് ഉണ്ട്.
നമ്മൾ തൃശ്ശൂരിനുള്ള മെയിൻ ഗ്രൂപ്പായ ബെസ്റ്റിൻ്റെ കീഴിലുള്ള 3 പ്രൊഡക്റ്റുകളാണ് ഈ സ്റ്റാളിലുള്ളത്. ഒന്ന് ബെസ്റ്റ് വുഡ് എന്ന് പറഞ്ഞിട്ട് PVC ബോർഡും, ബെസ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് മഴവെള്ളപ്പാത്തിയും, ബെസ്റ്റ് ക്ലേ എന്ന് പറഞ്ഞിട്ട് ക്ലേ പ്രൊഡക്റ്റായിട്ടുള്ളത്. പ്രൈസൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇത് കജേരയുടെ 10th ഡിവിഷനാണ് കജേരയുടെ. അതായത് ഇതിൽ 8x4, 6x4, 4x2 ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 4 ഡിവിഷനാണ് 8x4. അതായത് 6x4 ഇതൊക്കെ GVT പ്രൊഡക്റ്റാണ് വെച്ചേക്കണത്. കജേരിക്ക് സത്യം പറഞ്ഞാൽ 3 പ്രൊഡക്റ്റ് ഉണ്ട്. PVT ഉണ്ട്, വിട്ടർഫേഡ് ഉണ്ട്, GVT ഉണ്ട്, പ്രൈമ ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ 4x ഡിവിഷൻ. ഇതൊക്കെ കാർവിംഗ് സീരീസാണ്. അതൊക്കെ കാർവിംഗ് മോഡലാണ്. ലൈൻസ് നമുക്ക് എടുത്ത് കാണിക്കും കാർവിംഗ് ഡിസൈൻ ആകുമ്പോൾ. ലൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഇതൊക്കെ ഡിജിറ്റൽ ടൈപ്പാണ്. ബാത്റൂം മോക്കപ്പ് ചൂസ് ചെയ്യാം. നമുക്ക് ബാത്റൂം മോക്കപ്പ്, കിച്ചൺ വാൾട്ടയിലെല്ലാം ചൂസ് ചെയ്യാം. ഇതൊക്കെ 8x4 ആണ്. ഇതൊക്കെ 9mm തിക്നെസ് വരും 8x4. ഇതൊക്കെ 6x4 ഡിവിഷൻസ് ആണ്. ഡേറ്റ് ഏത് വരേണ്ടത്? തിങ്കളാഴ്ച. കിട്ടിയില്ലേ? It ripples when it falls in a pool. That is what Tough Glass India Private Limited or TGI has done. In an industry where success depends on quality and service efficiency. Use of glass for architectural purposes is long established. With advancements in technology, today glass has become an integral part of architecture and interior work. The use of glass in external facets, workstation partitions, and the entrance of hotels, hospitals and showrooms is a common sight in any city. The glass industry comprises of glass manufacturers who produce annealed glass and then companies who process these annealed glass, cut and tempered to suit the need of customers. This is the space that TGI serves with perfection. TGI first stepped into the glass processing industry in the winter of 2004. The company was established and started commercial production in Bangalore in December that year. Backed with 2 decades of experience in the glass processing business, it was Mr. Varghese Puri who laid the foundation of TGI, a man with a burning desire to set up a state-of-the-art glass processing unit that would be the best in the country. Today, TGI has 2 more plants to its brand, besides the Bangalore plant, one in Mumbai and the other in Cochin. It is believed that success is achieved not by accident, but as a result of a strong vision, a purposeful mission, with a mind. ഹായ്, എൻ്റെ പേര് ജോസഫ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് നെറ്റ് സൊല്യൂഷൻസ് ഇൻറ്റീരിയോ. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കുറുക്കഞ്ചേരിയിലാണ്.
ഞങ്ങളുടെ വർക്കുകൾ എന്ന് പറയുന്നത് ലിക്വിഡ് വാൾപേപ്പറുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തുണിയാണ്, തുണികളുടെ ചെറിയ ചെറിയ പീസുകളാണ്. ഇത് നമുക്ക് ചുമരിൽ വാൾപേപ്പറിന് പകരമായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ചെയ്യാം. ഇത് 100-ലധികം കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ, ലിക്വിഡ് വാൾപേപ്പർ നമുക്ക് ഒരു 5 വർഷം വരെ നമുക്ക് പെയിൻറ്റിങ് പോലെ തന്നെയാണ് 5 വർഷം വരെ നമുക്കിത് ചുമരിൽ ഉപയോഗിക്കാം. അതിനുശേഷം ഇത് അഴുക്ക് പറ്റുകയാണെങ്കിൽ വീണ്ടും ലിക്വിഡ് വാൾപേപ്പർ സിൽക്ക് തുണികളുടെയും കോട്ടൺ തുണികളുടെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇത് നമുക്ക് പുട്ടി വർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ടെക്സ്ചർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചുമരിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പൂജാമുറികൾ, ഹൈലൈറ്റ് വാളുകൾ, ബെഡ്റൂമുകളിൽ ബെഡിൻ്റെ ഹെഡ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് ഇത്. ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് 90 രൂപയ്ക്ക് നമ്മൾ വീടുകളിൽ വന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ, ഇമ്പോർട്ടഡ് വിയറ്റ്നാം ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ, PVC ബ്ലൈൻഡുകൾ, നമുക്ക് മഴയത്തും വെയിലത്തും നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന PVC ബ്ലൈൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊസ്കിറ്റോ പ്രൂഫിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫ്രെയിമിൽ അലൂമിനിയം പ്ലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഡോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മൊസ്കിറ്റോ സ്ക്രീനായിട്ടും ഉപയോഗിക്കാവുന്ന മോഡലുകളാണ്. അതോടൊപ്പം തന്നെ അലൂമിനിയം ഫ്രെയിമിൽ ഇത് നമ്മൾ 750 രൂപ 750 സ്ക്വയർ ഫീറ്റ് 750 രൂപയ്ക്ക് നമ്മൾ വീടുകളിൽ വന്ന് സൈറ്റിൽ വന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നമുക്ക് HDP മെഷിലും അലൂമിനിയം ഫ്രെയിമിലുള്ള മോഡലാണ്. ഇത് ഡിറ്റാച്ചബിൾ ടൈപ്പ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും വരെ സർവീസിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇത് നമ്മൾ 330 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമ്മൾ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ബ്ലൈൻഡുകൾ ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള വിൻഡോ ബ്ലൈൻഡുകൾ, റോമൻ ബ്ലൈൻഡുകൾ. അലൂമിനിയാണ്, ഹെവി അലൂമിനിയാണ്. ഇതിൻ്റെ മെഷ് വരുന്നതും അലൂമിനിയം തന്നെയാണ്. ഇതിൻ്റെ ഫ്രെയിം അലൂമിനിയാണ്, മെഷ് വരുന്നത് HDP ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് എന്ന് പറയും. മെഷ് വരുന്നത് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ റോളർ ബ്ലൈൻഡുകൾ, സീബ്ര ബ്ലൈൻഡുകൾ, റോമൻ ബ്ലൈൻഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലൈൻഡുകൾ നമുക്ക് കസ്റ്റം സൈസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഫാമിലി ഫോട്ടോസ്, വെഡ്ഡിങ് ഫോട്ടോസ്, കുട്ടികളുടെ ഫോട്ടോസ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് കർട്ടനിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. RCC കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ ഒരു റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കാണ്. നമ്മൾ ഒരെണ്ണം മാനുഫാക്ചറിങ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി റേറ്റ് കോസ്റ്റ് കുറവുള്ളതാണ്. അപ്പോൾ കാർപോർച്ചിനടിയിൽ വേണം വെക്കാം. ഇത് വണ്ടി കയറിയാലൊന്നും പൊട്ടത്തില്ല. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് 5 പേരുടെ ഒരു ഫാമിലിക്ക് 40 വർഷം വരെ യൂസ് ചെയ്യാവുന്ന ഒരു സെപ്റ്റിക് ടാങ്ക്, RCC സെപ്റ്റിക് ടാങ്ക്. ലുമിനസ് സോളാർ ഇൻവേർട്ടേഴ്സ് ബാറ്ററീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റാണ്. അതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഡിസ്പ്ലേയിൽ വെച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മെഷീൻ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 2000-ന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് 3 കിലോവാട്ടിൻ്റെ ഈ മെഷീൻ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കോസ്റ്റ് അടക്കം സംതിങ് അറൗണ്ട് 1,41,000 വരുന്നത്. സബ്സിഡി MNRE സബ്സിഡിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. MNRE സബ്സിഡി എമൗണ്ട് ആയിട്ട് നമുക്ക് സംതിങ് അറൗണ്ട് 54,000 കിട്ടും. അതിൽ നിന്ന് കിഴിച്ചിട്ടുള്ള എമൗണ്ടാണ് 1,41,000. കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ റൂഫ് ഫ്ലാറ്റ് റൂഫ് ആയിരിക്കണം. ഫ്ലാറ്റ് റൂഫിലാണ് ഈ പ്രൈസ് പറയുന്നത്. പിന്നെ വരുന്നത് ഇതൊക്കെ 10 കിലോവാട്ടിൻ്റെ മെഷീനറിയാണ്. ഇതൊക്കെ ഹയർ റേറ്റ് ആണ്. കുറച്ചും കൂടി വീട്ടിൽ കറണ്ട് ബില്ല് കൂടുതൽ വരുന്നവർക്ക് സംതിങ് അറൗണ്ട് 10,000 അതിന് മേലേക്ക് വരുന്നവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കറക്റ്റ് എമൗണ്ട് പറയുകയാണെങ്കിൽ കറണ്ട് ബില്ല് കണ്ടിട്ട് കൺസപ്ഷനും ലോഡും മനസ്സിലാക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് വരുന്നത് ഇൻവെർട്ടർ ബാറ്ററീസ് ആണ്. അതിലിപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നതാണ് ഐക്കോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ കമ്പനികൾക്ക് ഇല്ലാത്തൊരു പ്രോഡക്റ്റുമാണ്. അതായത് ഇൻവെർട്ടറും ബാറ്ററിയും കൺസീൽഡാണ്. ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് തോന്നും. പഴയ നോർമൽ ഇൻവെർട്ടേഴ്സ് പോലെയല്ല. ബാറ്ററി ഉള്ളിൽ കൺസീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓപ്പണായിട്ട് വെക്കാം. അത്രയും സ്റ്റൈലിഷാണ്, സ്ലീക്കാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ എല്ലാവരും ഇങ്ങനത്തെ ഇൻവെർട്ടേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എന്ന് പറയാൻ ബാറ്ററീസ് ഉണ്ട്. സോളാർ ബാറ്ററീസ് ഉണ്ട്, C10 ബാറ്ററീസ് ഉണ്ട്, C20 ബാറ്ററീസ് ഉണ്ട്.
നമ്മൾ എല്ലാ വർഷവും വനിതയിൽ എക്സ്പോ ഇടുന്നതാണ് പ്രൈം ടെക് ഷോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കെയിൻ ട്രെൻഡായിട്ട് വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചൂരിലുള്ള ഫർണിച്ചറുകൾ വീണ്ടും ട്രെൻഡായിട്ട് കൊണ്ടുവന്നുള്ളത്. അതിപ്പോൾ ബെഡ്റൂം സെറ്റായിട്ട് TV യൂണിറ്റ്, കോട്ട്, വാർഡ്രോബ്, ബെഡ് സൈഡിൽ എല്ലാത്തിലും നമുക്ക് ഈ കെയിൻ വെച്ചുള്ള ഫർണിച്ചർ സോഫയിൽ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ലിമിറ്റഡ് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നുള്ളൂ. നമ്മുടെ നിയറസ്റ്റ് ഷോപ്പ് ചൊവ്വൂരുണ്ട്. അവിടെ നമുക്ക് ഒരു 40,000 സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബ്രാൻഡഡ് ഫർണിച്ചർ തൊട്ട് നമുക്ക് ലോ റേഞ്ചിലുള്ള എല്ലാ രീതിയിലുള്ള ഫർണിച്ചറും കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിലും ഇൻറ്റീരിയൽ മോഡുലാർ കിച്ചൺ എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചൊവ്വൂരാണ്. ചൊവ്വൂര് സെൻട്രിൽ നിന്ന് നമുക്ക് ഇറക്കിറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് PVJ ടിമ്പേഴ്സ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത്. അവിടെ നമുക്ക് 40,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഹ്യൂജ് ഷോറൂം വരുന്നത് എറണാകുളത്താണ്. ഇത് നമ്മൾ വനിതാ വീട് എക്സിബിഷൻ നമ്മൾ IA കൂടെ യോജിച്ചിട്ടാണ് നമ്മൾ നടത്താറുള്ളത് ഈ പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചമയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രദർശന ഇതാണ് വെച്ചിട്ടുള്ളത്, പെവിലിയനാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലും നമ്മൾ തൃശ്ശൂരുള്ള 3 ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്, IES, തേജസ്, പിന്നെ GEC ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ 3 കോളേജസിലും കുട്ടികളുടെ ഡിസ്പ്ലേ, അവരുടെ ഡ്രോയിങ്സും ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ പൊതുവേ ഇതെങ്ങനെ വെച്ചാൽ ഒരു ആർക്കിടെക്ചർ ഹെൽപ്പ് ഡെസ്കും കൂടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുജനത്തിന് എന്താണ് ആർക്കിടെക്ചർ എന്നും എന്താണ് സർവീസസ് നമ്മൾ കൊടുക്കാറുള്ളത് എന്നുള്ളതും ഒക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഇതാണ്. നമ്മൾ IA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ തൃശ്ശൂർ സെൻ്ററാണ് ഇത് നടത്തുന്നത്.